നരേന്ദ്രമോദി കേരള ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് മുൻ LDF കൺവീനർ EP ജയരാജൻ. വയനാട് ദുരന്തബാധിതരോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന പകപോക്കലിനെതിരെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി വയനാട് ജനതയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം. വയനാട് ജനതയ്ക്ക് പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനം നടപ്പിലാക്കാൻ ഇനിയെങ്കിലും തയ്യാറാവണമെന്നും EP പറഞ്ഞു. ഈ കേരളത്തിലെ ജനങ്ങളുടെ തീവ്രമായ പരിശ്രമങ്ങളിലൂടെയാണ് ഈ കേരളം ഇന്നത്തെ കേരളമായി രൂപപ്പെട്ടത്. ഇവിടെ അതിന്റെ ഭൗതിക സാഹചര്യം സൃഷ്ടിച്ചത് കൊണ്ടാണ്. ഭൂപരിഷ്കരണവും കാർഷിക ബന്ധമില്ലും വിദ്യാഭ്യാസ നിയമങ്ങളും ആരോഗ്യ സംരക്ഷണ നിയമങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ കേരളം ഇവിടെ ഉയരുമായിരുന്നോ? അത് ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ്. നമ്മുടെ കേരളം അല്പം അഭിവൃദ്ധിപ്പെട്ടു പോയി. ഇവിടെ നിന്ന് ഒരുപാട് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഠിനാധ്വാനം ചെയ്യുന്നു. അതിന്റെ ഫലമായി കേരളം ചെറിയ തോതിൽ അതിദരിദ്രരില്ലാത്തൊരു നാടാകുന്നു. അതിന് BJP എന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത്? അതിനെന്തിനാ നരേന്ദ്രമോദി അസഹിഷ്ണുത കാണിക്കുന്നത്? അമിത്ഷാ എന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നത്? ഈ 3.5 കോടി മലയാളികൾ ഇന്ത്യയുടെ ഭാഗമല്ലേ? അതുകൊണ്ട് കേരളത്തിലെ ജനത അനുഭവിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വയനാട് ദുരന്തത്തിലെ ദുഃഖമാണ്. അവരുടെ ദുഃഖം നികത്താൻ ആർക്കും എത്ര പണം കൊടുത്താലും മതിയാകില്ല. പക്ഷെ ആശ്വാസം കൊടുത്തിട്ടെങ്കിലും ആ മനുഷ്യനെ, അവരുടെ കുടുംബാംഗങ്ങളെ, നാടിനെ ആ വേദനയിൽ നിന്ന് മോചിപ്പിക്കാൻ കേരളത്തിന് അർഹതമായ ന്യായമായി ലഭിക്കേണ്ടിയിരിക്കുന്ന സഹായം ലഭ്യമാകണം. 2200 കോടി ഔദാര്യമൊന്നുമല്ലത്. ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന അവകാശമാണ്. ഇത് നിഷേധിക്കപ്പെട്ടപ്പോഴാണ് കേരള ഗവൺമെന്റ് കോടതിയെ സമീപിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ അവഗണിക്കുന്നു, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായം തരുന്നില്ല. കോടതിയെ സമീപിച്ചപ്പോൾ കോടതിയുടെ മുമ്പാകെ ഉരുണ്ട് കളിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകന്മാർ ആ കേസ് നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത രാഷ്ട്രീയ പാർട്ടിയായി BJP മാറിയിരിക്കുന്നു. ഇന്നലെ അസമിൽ ബീഫ് നിരോധിച്ചു. അതുപോലെ ഓരോ ദിവസവും ജനങ്ങളെ മനസ്സിലാക്കാതെയുള്ള തീരുമാനങ്ങളാണ് BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ ജാതി മതഭേദമില്ലാതെ കേരള ജനത ഒറ്റക്കെട്ടായി നിന്നിട്ടും മനുഷ്യത്വരഹിതവും ക്രൂരവുമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്നത്. 3.5 കോടി മലയാളികളെ നരേന്ദ്രമോദി അപമാനിക്കുകയാണ്. ദുരന്ത വിഷയത്തിൽ കേരളം കൊടുത്ത പ്രാഥമിക കണക്കുകളിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് BJP കോൺഗ്രസ് പാർട്ടികൾ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചു നടത്തിയത്. വിഷയത്തിൽ UDF MPമാർ ഇന്നലെയെങ്കിലും മെമ്മോറാണ്ടം കൊടുക്കാൻ തയ്യാറായത് നല്ല കാര്യമാണെന്നും EP പറഞ്ഞു. കേരളം നിയമത്തിന്റെ വഴികളിലൂടെയും ജനങ്ങളുടെ ശക്തികളിലൂടെയും ഇന്ത്യൻ പാർലമെന്റിനകത്ത് പ്രശ്നം ഉന്നയിച്ചും ഈ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ ഈ നാടിലെ ജനതയുണ്ടാകണം, നിങ്ങളുടെ പിന്തുണയുണ്ടാകണം. അതുകൊണ്ട് വയനാടിൽ ദുഃഖമനുഭവിക്കുന്നവരെ സംരക്ഷിച്ചേ പറ്റൂ. അവരെല്ലാം സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. ആ ദുരന്തമുണ്ടായപ്പോൾ നിങ്ങളെല്ലാം എത്ര വലിയ സഹായമാണ്, കഴിവിനപ്പുറമല്ലേ ആ ജനതയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ ഒഴുകിയെത്തിയത്. ഉള്ളതെല്ലാം അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ മുന്നോട്ട് വന്നത്, എല്ലാ സംഘടനകളും മുന്നോട്ട് വന്നത്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അവിടുത്തെ ജനത പിടിച്ചു നിന്നത്. അതുകൊണ്ട് ദുരന്ത ഭൂമിയിൽ ജനങ്ങളെ സഹായിക്കണം. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ സഹായിക്കണം. അതാണ് മനുഷ്യത്വപരമായ നിലപാട്. ആ മനുഷ്യത്വപരമായ നിലപാട് നിരസിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കേരളത്തെ ദേശീയ ദുരന്തമായി കേരളത്തിലെ ഈ ദുരന്തത്തെ അംഗീകരിക്കണം. അതനുസരിച്ച് പുനരധിവാസത്തിന് 2200 കോടി അനുവദിക്കണം. അതോടൊപ്പം തന്നെ അതിന് ഏതെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിൽ അതിതീവ്ര ദുരന്ത പ്രതികരണ പട്ടികയിൽപ്പെടുത്തണം. അതുവഴി ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാക്കാൻ കഴിയും.
ആ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി കേരളത്തെ, വയനാട്ടിലെ ജനതയെ സംരക്ഷിക്കണം. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ BJP വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിച്ചു നിർത്തുന്നതിൽ പരാജയപ്പെട്ടതാണ് തിരിച്ചടികൾക്ക് കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ അധ്യക്ഷനായി. LDF ജില്ലാ കൺവീനർ N ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CP മുരളി, ജോയ് കൊന്നക്കൽ, PP ദിവാകരൻ, MP മുരളി, KK ജയപ്രകാശ്, VK ഗിരിജൻ, കാസിം ഇരിക്കൂർ, KC ജേക്കബ് മാസ്റ്റർ, AJ ജോസഫ്, SMK മുഹമ്മദ് അലി, മഹമ്മൂദ് പാറക്കാട് എന്നിവർ സംസാരിച്ചു. ഇന്നറിയ ന്യൂസ് കേരള, കണ്ണൂർ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.